കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി ദൈവവചനത്തുമ്പിലിരിപ്പാൻ ലഭിച്ച അവസരത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെയും 11-ാമത്തെയും വാക്യം നമുക്ക് വായിക്കാം. അതിപ്രകാരമാണ്: ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കുകയും ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കൽപ്പിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിൽ ഇരിക്ക കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിൻ്റെ ദാസന് കൊടുക്കും. ഇവിടെ പ്രസിദ്ധനായ ഒരു രാജാവിനോട്, ശലോമോനോട് സ്വർഗം പറഞ്ഞ ഒരു വാചകമാണ്. എത്രയോ ദയനീയമായ ഒരു വാചകമാണ് ദൈവം പറയുന്നത്. സ്വർഗത്തിലെ ദൈവം ശലോമോൻ രാജാവിനോട് പറയുക, ആ 11-ാം വാക്യം നാം വളരെ സൂക്ഷിച്ച് വായിക്കേണ്ടതാണ്. ആ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കാം. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിൽ ഇരിക്ക കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിൻ്റെ ദാസന് കൊടുക്കും. ഒരിക്കലും ഒരുപക്ഷെ ശലോമോൻ രാജാവ് ഇത് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. കാരണം സ്വർഗത്തിൻ്റെ ആലോചനയാണ്, സ്വർഗത്തിൻ്റെ കൽപ്പനയാണ്. ഇതിനെ മാറ്റുവാനോ മറിക്കുവാനോ ആർക്കും സാധ്യമല്ല. നമുക്കറിയാം, ഇസ്രായേലിൽ ശൗൽ 1-ാമനായി രാജാവായി വന്നു. ശൗൽ രാജാവിനെ ദൈവം നീക്കിയിട്ട് യഹോവയുടെ ഹൃദയപ്രകാരമുള്ള ദാവീദ് രാജാവിനെ കൊണ്ടുവന്നു. രാജാവ് 40 വർഷം ഭരണം നന്നായി നടത്തി. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ ഒക്കെ വന്നു എങ്കിലും അതേറ്റു പറഞ്ഞ് നെരുപ്പ് പ്രാപിച്ച് പിന്നെയും മുന്നോട്ട് പോയതായിട്ടും ദൈവം തൻ്റെ കൃപ നൽകിയതായിട്ടും നാം കാണുന്നുണ്ട്. അങ്ങനെ ദാവീദ് രാജാവിന് വാർദ്ധക്യമെത്തിയപ്പോൾ ദാവീദ് രാജാവിൻ്റെ ആ രാജപദവിക്ക് സിംഹാസനത്തിന് വേണ്ടി രാജാവിൻ്റെ മകനായ ദാവീദ് രാജാവിൻ്റെ ഭാര്യയായ അദോനിയാവെന്ന് പറയുന്ന വ്യക്തി ചരട് വലിച്ചു. ഇന്ന് ലോകത്തിൽ കാണുന്നത് പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിയിൽ കൂടി ചരട് വലിക്കുന്നത് പോലെ നമ്മൾ വേദോസ് വായിക്കുന്ന അനന്തര ഹഗ്ഗീത്തിൻ്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞു. അപ്പം ദാവീദ് രാജാവ് ഏതാണ്ട് വാർദ്ധക്യമെത്തി കിടക്കയിലായിരിക്കുമ്പോൾ ഈ മകനായ അദോനിയാവിന് ഒരു താല്പര്യം തോന്നി. ഏതാണ്ട് പിതാവ് ഏതാണ്ട് മരണ ശയ്യയോട് അടുത്തിരിക്കുകയാണ്, എന്നാൽ ആ രാജസ്ഥാനം കരസ്ഥമാക്കിയേക്കാം എന്ന് തീരുമാനിച്ചു. പദ്ധതികളൊക്കെ കോർത്തിണക്കി. പക്ഷെ അത് വിജയിച്ചില്ല. ദൈവം ശലോമോൻ രാജാവിനെ രാജാവാക്കി വാഴിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് നല്ല ദൈവത്തിൻ്റെ യഹോവയുടെ നല്ല ഹിതപ്രകാരമുള്ള ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല, ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം നാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കൂടി കാണാൻ കഴിയും. അതായത് ദൈവസന്നിധിയിൽ 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ 53-ാമത്തെ വാക്യം വരെ ശലോമോൻ രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ കുത്തിയിരുന്നതായിട്ടും കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചതായിട്ടും ദൈവം അതിന് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയതായിട്ടും ഒക്കെ നമുക്ക് കാണുന്നു. എന്ന് വെച്ചാൽ ശലോമോൻ ദൈവവുമായിട്ടുള്ള നല്ല ഊഷ്മളമായൊരു ബന്ധത്തിൽ ദൈവത്തെ അന്വേഷിച്ചും ദൈവഹിതപ്രകാരം രാജ്യത്ത് നീതിയും ന്യായവും നടത്തിക്കൊടുത്ത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുപോയ ഒരു നല്ല ഒരു രാജാവ് ആയിരുന്നു ഈ ശലോമോൻ രാജാവ്. എന്നാൽ ഇങ്ങനെയൊക്കെ
ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ വാർദ്ധക്യം എത്തിയപ്പോൾ തനിക്ക് പരാജയം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, തനിക്ക് അനവധിയായ ഭാര്യമാരുണ്ടായിരുന്നതായിട്ട് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ യൗവന പ്രായത്തിലൊക്കെ ദൈവത്തെ ഭയപ്പെട്ട് കാണിച്ചു കൊടുത്ത കർത്താവിൻ്റെ പാതയിൽ കൂടെ തന്നെ ശലോമോൻ നടന്നു, ഇടത്തോട്ടും വലത്തോട്ടും മാറിയില്ല. എന്നാൽ വാർദ്ധക്യമെത്തിയപ്പോൾ ഭാര്യമാർ തന്നെ വശീകരിച്ച് വിഗ്രഹാരാധനയിലേക്ക് തന്നെ കൊണ്ടുപോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്ന് ശലോമോൻ യെരുശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ ഗമോശനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലികടിച്ചും പോന്ന അന്യജാതിക്കാരത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അങ്ങനെ അവൻ ചെയ്തു. നോക്കണം, വാർദ്ധക്യം എത്തിയപ്പോൾ താൻ പിന്തുടർന്നു പോന്ന പ്രമാണങ്ങളെയോ ദൈവത്തെയോ അനുസരിക്കാതെ ഭാര്യമാരെ അനവധി ഉണ്ടായിരുന്നുണ്ട്. അവരെ പ്രസാദിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് അവയുടെ മുമ്പിൽ ആരാധിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ ഓരോ ദൈവ പൈതലും കുറിക്കൊള്ളേണ്ടതാണ്. യൗവനപ്രായത്തിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചും അനുസരിച്ചും മുന്നോട്ട് പോകും. അത് അന്ത്യം വരെ തുടരേണ്ടത് തന്നെയാണ്. ഇവിടെ ശലോമോൻ രാജാവിനെ പറ്റി നാം വായിച്ചാൽ എത്രയോ നല്ലൊരു ഭക്തനായ രാജാവായിരുന്നു ശലോമോൻ. പക്ഷേ അവസാന നാളുകളിൽ തനിക്ക് പരാജയം സംഭവിച്ചു. ഭാര്യമാരെ പ്രസാദിപ്പിക്കുവാനും അവരെ അനുസരിക്കുവാനും തീരുമാനിച്ചപ്പോൾ മറുഭാഗത്ത് ദൈവത്തോടുള്ള കൽപ്പന ലംഘിച്ചു. ദൈവകോപത്തിന് കാരണമായി തീർന്നു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഹൃദയത്തിന് ശലോമോൻ നിമിത്തം മുറിവേറ്റു. ഇത് നാമും ചിന്തിക്കേണ്ട വളരെ ഗൗരവമായ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രഹസ്യമോ പരസ്യവുമായ ജീവിതത്തിൽ നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്ത പാപത്തിൻ്റെ അധീനിൽ നിന്ന് കരകയറ്റിയ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ, കർത്താവിനെ നോവിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവരുത്. ഇവിടെ ശലോമോൻ്റെ പ്രവൃത്തികൾ യഹോവയായ ദൈവത്തെ വേദനിപ്പിച്ചു, കർത്താവിൻ്റെ ഹൃദയത്തെ തകർത്തു എന്നുള്ളതാണ്. ഇത് നമുക്കും രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലിനും ഭയനിർദ്ദേശമായി കാണേണ്ടതാണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിച്ചത്. ഈ വിധത്തിൽ ശലോമോൻ പെരുമാറിയതുകൊണ്ട് തൻ്റെ ഭാര്യമാരെ പ്രസാദിപ്പിച്ച് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞതായി കണ്ടതിൻ്റെ ഫലമായി ദൈവം പറഞ്ഞ വാചകമാണ് ഇവിടെ വായിച്ചത്. ശലോമോനോട് ദൈവം പറയുകയാണ്, എത്ര ഭയത്തോടെ വായിക്കേണ്ട ഒരു വാക്യമാണ്: എൻ്റെ നിയമം, ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല. ഈ ആരോപണം ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്ന ശലോമോൻ. എന്ന് വെച്ചാൽ രാജാവായാലും പ്രജയായാലും ആരായാലും ദൈവകൽപ്പന ലംഘിക്കാൻ ഒരു വ്യവസ്ഥയുമില്ല. വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമല്ല, ദൈവകൽപ്പന എല്ലാവർക്കും ഒരുപോലെയാണ്. അതനുഷ്ഠിപ്പാൻ നാം ബാധ്യസ്ഥരുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. ഇവിടെ വായിക്കുകയാണ്, അത് നിൻ്റെ പേരിൽ ഇരിക്കൊണ്ട്, അല്ലയോ ശലോമോൻ രാജാവേ, നിൻ്റെ പേരിൽ ഈ ആരോപണം ഇരിക്കൊണ്ട് നിനക്ക് ഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്: ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായിട്ടും പറിച്ച് നിൻ്റെ ദാസന് കൊടുക്കും. ദാസൻ എന്ന് പറഞ്ഞാൽ യൊരോബെയാമിനെ പറ്റിയാണ് പറയുന്നത്. നോക്കണം, ദൈവപ്രസാദം മാറി. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ ചിന്തിക്കണം. വളരെ സൂക്ഷ്മതയോടെ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോയ ശലോമോന വാർദ്ധക്യം എത്തിയപ്പോൾ ആ കൽപ്പന ലംഘിക്കേണ്ടി വന്നു. കർത്താവിനെ കോപിപ്പിച്ചു, കർത്താവിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും നാമും വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഇന്ന് നാം കർത്താവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു? കർത്താവുമായിട്ടുള്ള നല്ല ഒരു ഊഷ്മള ബന്ധത്തിലാണോ? കർത്താവിനെ കോപിപ്പിക്കുന്നവരാണോ? അതോ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതുമാണ്. ഇവിടെ ദൈവം രാജാവായിട്ട് കൂടി ശലോമോനോട് പറഞ്ഞു, ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് പറിച്ച് നിൻ്റെ കൂട്ടുദാസന് കൊടുക്കും. അതെ, വളരെ ഗൗരവത്തോടെ പ്രിയ ദൈവജനമേ, നമുക്കും കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു നമ്മൾ തന്നെ പരിശോധിച്ചുകൊണ്ട്
കർത്താവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ ബന്ധം ഉലയാതെ, ആ ബന്ധത്തിന് കോട്ടം തട്ടാതെ നമ്മുടെ ആയുസ്സിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചും അനുസരിച്ചും ഭക്തിയോടും ചിട്ടയോടും കൂടെ അന്ത്യം വരെ നിലനിൽപ്പാൻ നമുക്കേവർക്കും ഇടയാകട്ടെ. അതിന് ഈ വചന പഠനം കേൾവി ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.